ഓ, രണ്ടുപേരും നല്ല കളിയിലാണല്ലോ. അപ്പേ ഇന്ന് വൈകുന്നേരത്തെ ചായക്ക് പലഹാരമായിട്ട് കിണ്ണത്തപ്പം ഉണ്ടാക്കി തരട്ടെ? ആണോ? നീ കുട്ടി കിണ്ണത്തപ്പം ഇഷ്ടമാണോ? നമുക്ക് ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിട്ടേ ഞാനൊരു 3/4 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ഏകദേശം 200 ഗ്രാം ഒക്കെ ഉണ്ടാവും കേട്ടാ. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടേ നമുക്ക് നന്നായിട്ടൊന്ന് ഉരുക്കി എടുക്കാവേ. 1 കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ടേ. നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടി ഉണ്ടല്ലോ, അതാണ് എടുക്കേണ്ടത് കേട്ടോ. അതിലേക്ക് നമ്മൾ ശർക്കര ഉരുക്കിയത് ആ ചൂടോടുകൂടി തന്നെ നമ്മൾ അരിച്ചൊഴിക്കുവാണേ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ശർക്കര പാനി എല്ലായിടത്തേക്കും നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ചൂടാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാവേ. ഈ ഒരു മിക്സി ജാറിലേക്ക് 3/4 കപ്പ് തേങ്ങയുടെ 1/4 പാൽ ഒഴിച്ചു കൊടുക്കുവാണേ. നല്ല കട്ടിയുള്ള പാലാണ് കേട്ടോ. നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന പൊടിയുടെ ചൂടൊക്കെ അത്യാവശ്യം തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്കിനി മിക്സി ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാവേ. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുവാണേ. നമ്മുടെ ശർക്കരയിലുള്ള ഒരു കുത്തലൊക്കെ മാറാനായിട്ട് ഇത് നല്ലതാണ്. ഇനി 3 ഏലക്കായയുടെ തൊലി എടുക്കാതെ കുരു മാത്രം എടുത്തിട്ടുണ്ടേ, അതങ്ങ് ഇട്ട് കൊടുക്കുക. അതിലൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 നുള്ളുപ്പ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ. നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തതേ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവേ. ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതുപോലെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ വന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പാല് ചേർത്ത് വീണ്ടും ഒന്നും കൂടെ മിക്സിയിൽ ഒന്നുകൂടെ കറക്കി എടുത്താൽ മതിയേ. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുക്കുവാണേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നെയ്യ് ഇട്ട് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് നമ്മൾ നെയ്യിൽ വറുത്തെടുത്ത കശുവണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുവാണേ. ഇതിലേക്ക് വേണമെങ്കിൽ എനിക്ക് തേങ്ങാക്കൊത്തും കൂടെ നെയ്യിൽ വറുത്തിടാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ടെ അതിന്റെ എല്ലാ വശത്തേക്കും നെയ്യെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഞാനൊരു 3 തവിയാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചേക്കുന്നത്. നമ്മളിത് ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ചൂടായി വന്നപ്പം ബാറ്റർ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് തുറന്നു നോക്കാവേ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിതേ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതാ ഇങ്ങനെ കുത്തുമ്പോഴുണ്ടല്ലോ കണ്ടോ, ഇതിലേക്ക് ഒന്നും പറ്റി പിടിച്ചിട്ടില്ല. അപ്പൊ അത് ആ സംഭവം വെന്തിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് ഇതിന്റെ ചൂടാറാൻ വേണ്ടിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാവേ. കിണ്ണത്തപ്പം നല്ല അലുവ പോലിരിക്കണ കിണ്ണത്തപ്പം കഴിച്ചു നോക്കിയാലോ? പിന്നെന്താ, സൂപ്പർ കിണ്ണത്തപ്പം. നല്ല ആലില പോലെ കിടന്ന ആരോഗ്യം എത്ര സോഫ്റ്റ് ആണ്. കഴിച്ചു നോക്കി. എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയാട്ടാ. അത് നോക്കി എന്ത് സോഫ്റ്റ് നോക്കി. ഇഷ്ടായോ? ഒന്ന് കഴിച്ചു നോക്കി. പൊളിയാട്ടോ. രക്ഷയില്ല, അടിപൊളിയാണ്. നല്ല സോഫ്റ്റാ, നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ഉണ്ടോ, അത്രയും അടിപൊളിയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഞങ്ങളുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. ബൈ ബൈ.